കഴിച്ചോളൂ. ഞങ്ങളെ വ്ളോഗർ എത്തിയിട്ടുണ്ട്. അവനിപ്പോ കഴിക്കാൻ പോവാണ്. നല്ലോണം പണിയെടുക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇവര് പറഞ്ഞ പോലെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പാർട്ട് 2 വീഡിയോ നമുക്ക് നോക്കിയാലോ? ഓക്കെ, വീഡിയോ നോക്കി നമ്മളത് ഉഷാറായില്ലേ, പൊളിയല്ലേ? അപ്പോൾ ബാർബിക്യൂ പാർട്ടി ഉള്ള അന്ന് ഞാനും ഉമ്മി ഇവിടെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. അതിൻ്റെ റെസിപ്പി വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാം. അതാണ് കരഞ്ചി അല്ലെങ്കിൽ ഖീർ പൂരി എന്ന് പറയും. ഞാൻ 2 സ്ഥലത്തേക്കും വേണ്ടി പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇനിയാണ് നമ്മൾ നമ്മുടെ സുൽക്കുൻ്റെ വീട്ടിലേക്ക് പോണത്. ഇതാ നമ്മുടെ പുതിയ ഗസ്റ്റാണ്. സുൽക്കൂടെ അയൽവാസികൾ എന്നൊക്കെ പറയാം. ലവ് ബേർഡ്സ് ആണ്. ഇതാ നമ്മുടെ സുൽക്കുനെ കണ്ടാലോ? സുൽക്കു. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കുറെ സുൽക്കുന്ന് ചോദിച്ചിട്ട് ഇതാ സുൽക്കു. ഹലോ, നിങ്ങളെല്ലാവരും നമ്മളെ സുൽക്കൂണ്ടിയും അതേപോലെ ഫിഷിങ്ങിൻ്റെ വ്ളോഗ് അതെല്ലാം കണ്ടിട്ടുണ്ടാവും. അതിലെ നമ്മളെ അജു, അസ്മൽ, ആയിഷ അവരെ വീട്ടിലാണ് നമ്മളിന്ന് പോണത്. പിന്നെ എൻ്റെ ബെസ്റ്റി ഷർമി, അവരും ഇവിടെ തന്നെ താമസം. റോമാലയിൽ വന്നപ്പോൾ എല്ലാവരും കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാർബിക്യൂ പാർട്ടി സ്റ്റാർട്ട് ചെയ്താലോ? നമ്മളെ കുട്ടിപ്പട്ടാളത്തിനെ മീറ്റ് ചെയ്താലോ? ഹലോ, ഹിബ, ആയിഷ, ഇഫ, ആദം എല്ലാവരും ഉണ്ട്. നമ്മുടെ സുൽക്കൂടെ മാസ്റ്ററാണ് ഇന്ന് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ പോണത്. അവന് കരിയൊക്കെ ഇട്ട് നന്നായി സെറ്റാക്കുന്നുണ്ട്. നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്ത് പാവം കഷ്ടപ്പെട്ട്. ബാർബിക്യൂ പാർട്ടി കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ലേഡീസ് മാത്രം 0 എല്ലാം സെറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതാണ് ആ കാണുന്ന ക്യാപ്സൂൾസ്, കർപ്പൂരാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കോളിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവരെ വ്ളോഗിൽ പറഞ്ഞ പോലെ വീശന്നെ വീശി 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 എല്ലാവരും ടയർഡായി. തീ പിടിച്ചിട്ടുണ്ട്, കരിമ തീ പിടിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റായി വരുന്നുണ്ട്. ആറ്റിങ്ങിൽ എന്തായാലും നന്നായി കഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഒന്ന് കനലിന് തീ പിടിച്ചത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കുറച്ചുകൂടി ഉമ്മാക്ക് പേടി, അവസാനം എൻ്റെ തട്ടം പോയി തീര് ചാടും. നല്ലോണം പണിയെടുക്കുന്നു. കൊറേ കഷ്ടപ്പെട്ടിരുന്നു. കഷ്ടപ്പെട്ടാലേ എങ്ങോട്ടെങ്കിലൊക്കെ എത്തും. സാധനം ഇപ്പൊ ആദ്യം വയറ്റിക്ക് എത്തിക്കണ്ടേ. അതാണ് ഡെഡിക്കേഷൻ. മറ്റേ നമ്മളെ വ്ളോഗിലെ ക്യാമറമാൻ എന്തായാലും ഷർമിത്തായിരുന്നു. അവര് നല്ലോണം കഷ്ടപ്പെട്ട്. പിന്നെ മസാല നമ്മളെ ഷർമിത്തയുടെ ഹസ്ബൻഡ്, അതായത് സാജിദ് ഭായ്, അവരെ വകയായിരുന്നു. 2 മസാല പറ്റില്ല. അവരെന്തായാലും അതിൽ എക്സ്പേർട്ട് ആണല്ലോ. പാർട്ട് 1 വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ആടിന് ഫുൾ മസാലയിൽ തേച്ച് കുളിപ്പിച്ച് നമ്മുടെ സാജിദ് ഭായ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഗ്രില്ല് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ മസാലയുള്ള ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് അത് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ വേറെ ഒരു ഗ്രില്ലിംഗ് ബോക്സിൽ കനലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചിക്കൻ ഇനി വെക്കണ്ടേ. ഗ്രൂപ്പിലൊരു ബൂമറാങ് പിരാന്തത്തിയുണ്ട്. അവരെന്തായാലും ഈ ബൂമറാങ് എടുത്ത് വെച്ച് നല്ല രസമുണ്ട്. ഈ ആളിക്കട്ടുന്ന തീ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ പാർട്ട് 1 വ്ളോഗ്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്, നിങ്ങൾ അവിടെ ഇരുന്നോളൂ.
ആ പറയടാ. ഓക്കെ ഓക്കെ. ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വീഡിയോ കോളിൽ 2 സംഭവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരിപ്പോഴും തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ചിക്കൻ ഏകദേശമായി വന്നു. ഇതാ നമ്മളെ മുത്തുമണി ഷർമി. കാട്ടിലൊക്കെ പോയി വന്നു. ഒരു മിസ്റ്റേക്ക് നമ്മളെ കയ്യിൽ പറ്റിയത് എന്താന്ന് വെച്ചാല് കരി കുറച്ച് കുറഞ്ഞിട്ട് ഉമ്മയും ഫൗസ്യത്തെയും കുട്ടികളും എല്ലാവരും ഇവിടെ പോയി അവിടെ ഇവിടുന്ന് വിറക് അതൊക്കെ പിടിച്ചു കൊണ്ടുവന്നു. ഇനി നമ്മളെ ഗ്രീൻ മസാലയുള്ള ചിക്കൻ ഫുള്ളായി റെഡിയായി. ഇനി നമുക്കിത് കാസറോൾക്ക് ഇട്ടാലോ? കാസറോൾക്ക് ഇട്ടുക, പെട്ടെന്ന് അങ്ങോട്ട് വയറ്റിക്ക് തട്ടാം. ഗ്രില്ലിംഗ് ബോക്സിലുള്ള കനൽ ഞങ്ങൾ ഒന്നിക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് ചിക്കൻ മസാല സെറ്റാക്കാൻ പോകുന്നുണ്ട്. അതാണ് നമ്മുടെ റെഡ് ടിക്ക മസാല. ഇതെല്ലാവരും ബാർബിക്യൂ ചെയ്യുമ്പോൾ ഗ്രില്ലിൽ ചിക്കൻ വെക്കുന്ന മുന്നേ മറക്കുന്ന ഒരു സംഭവമാണ് ഓയിൽ പറ്റുക. അത് പറ്റില്ലെങ്കിൽ നല്ല പണി കിട്ടും. നമ്മുടെ റെഡ് മസാല സെറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും കുട്ടികളും മക്കളൊക്കെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് നിൽക്കായിരുന്നു. കാരണം ഗ്രീൻ മസാല ഏകദേശം മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനായിരുന്നു എല്ലാവരും കട്ട വീട്ടി. അതിൻ്റെ ഒരു ടൈം ലാപ്സ് എടുത്തു എന്നുള്ളൂ. റെഡ് മസാല ഉള്ള ചിക്കൻ കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു. അതിൻ്റെ ഞങ്ങൾ സെക്കൻഡ് ബാച്ച് സെറ്റ് ചെയ്തു. പിന്നെ മസാല എന്തായാലും കുറച്ച് ബാലൻസ് വരുമല്ലോ. അതിന് ഞങ്ങൾ സ്ഥിരം പണിയാണ് അതിൽ കുറച്ച് പൊട്ടാറ്റോയോ അല്ലെങ്കിൽ വൈതലങ്ങ എന്തെങ്കിലും ഇട്ട് കട്ട് ചെയ്ത് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. റെഡ് മസാലയുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും അറ്റാക്ക്. മാസ്റ്റർ ഇവിടെ നോക്കേ. അജു പാവം വീശി 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 ആകെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അവന് നന്നായി ഹെൽപ്പ് ചെയ്തു. ഇതാണ് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ബാർബിക്യൂ ചട്നി. ഇതെന്തായാലും നമ്മുടെ അടുത്ത ബാർബിക്യൂ വ്ളോഗിൽ ഇതിൻ്റെ റെസിപ്പി വരുന്നുണ്ട്. ഞങ്ങളെ വ്ളോഗർ എത്തിയിട്ടുണ്ട്. അവനിപ്പോ കഴിക്കാൻ പോവാണ്. ചിക്കൻ എടുക്കൂ. വെറും ഇതാണോ? കുബൂസ് മാത്രം തിന്ന് ജീവിക്കണോ? അല്ല, ഇതിലൂടെ ഫ്രീ കിട്ടിയതാണ്. ഞാൻ പ്ലേറ്റ് എടുക്കുമ്പോ ഇതുണ്ടായിരുന്നു. ലേഡീസ് നൈറ്റ് ബാർബിക്യൂ നൈറ്റ് എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാടേ. അന്ന് എന്തായാലും നല്ലോണം ടയേർഡായി. കരി ഇങ്ങനെ മണത്ത് പിന്നെ ചിക്കന് കഴിക്കാമെന്നും തോന്നുന്നില്ല. അവസാനം ഉരുളക്കിഴങ്ങൊന്നും വല്ലാതെ അങ്ങോട്ട് വെന്തിട്ടില്ലെങ്കിൽ പോലും ഒരു ക്രഞ്ചിനെസ് ഉണ്ടായിരുന്നു. അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസാല പുരട്ടിയിട്ട് ഇങ്ങനെ ബാർബിക്യൂ ചെയ്യുമ്പോൾ എന്തായാലും മസാല ബാക്കിയാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ടിട്ട് വെറുതെ ഇരുന്ന് ബാർബിക്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ, മിഡ് നൈറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാറ്റോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തതായി വൈതലങ്ങ സെറ്റ് ചെയ്ത്, അതായത് ബ്രിഞ്ചോൾ ഒന്ന് മസാലയിൽ മുക്കിയിട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്ത് എടുത്തു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു.
അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ലേഡീസിൻ്റെ ബാർബിക്യൂ പാർട്ടി. ചിക്കൻ എല്ലാം കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ഡെസേർട്ട്. ഇത് നിങ്ങൾ പാർട്ട് 1 വ്ലോഗിൽ ആണുങ്ങളെല്ലാവരും കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അടുത്ത ബാർബിക്യൂ വ്ലോഗ് വിത്ത് റെസിപ്പീസ് വന്നിരിക്കും. അടുത്ത വീഡിയോ നമ്മുടെ ചാനൽ വരാൻ പോകുന്നത് നമ്മുടെ ഡെസേർട്ടാണ്, അതായത് ഖീർ പുരി അല്ലെങ്കിൽ കരഞ്ചി. Till then, stay tuned. Thank you. Bye-bye.